ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടുകൊമ്പൻ ഇന്നലെയാണ് അവശനിലയിൽ ഈ പ്രദേശത്തെത്തിയത്. എല്ലാ ദിവസവും ചാലക്കുടിപ്പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം തിരികെ പ്ലാന്റേഷൻ ഭാഗത്തേക്കെത്തി പിന്നീട് വീണ്ടും കാട് കയറുകയാണ് ഗണപതിയുടെ പതിവ്. എന്നാൽ ഇന്നലെ രാവിലെ ഗണപതിയെ വളരെ അവശനായാണ് എല്ലാവരും കണ്ടത്. ഈ പ്രദേശത്ത് അവൻ ഇന്നലെ മുഴുവൻ കഴിഞ്ഞു. ഇന്നലെ ഇവിടെ കിടന്ന ശേഷം ഇവിടെ നിന്ന് എഴുന്നേറ്റ് അല്പം മാറിക്കിടന്ന് അങ്ങനെ ഇന്നലെ മുഴുവൻ ഈ പ്രദേശത്ത് തന്നെ ഇവിടെ നിന്നും നടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് ഗണപതിയെ എല്ലാവരും കണ്ടത്. ഉടനടി തന്നെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ നിരീക്ഷിക്കുകയും ചെയ്തു. ഈ ആന നമ്മുടെ നാട്ടുകാർക്ക് ഒരു ഉപദ്രവമില്ല. ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും കാട്ടാന പ്രേമികൾക്കും ഒരു ഉപദ്രവമില്ലാത്ത ഇതിൽ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ പോകണ അവരായാലും ആന റോഡിലൊന്ന് കണ്ടാലും ക്രോസ് ചെയ്താൽ ആന ഒരു ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അത്രയ്ക്ക് ഒരു ശാന്ത സ്വഭാവം ആനയാണ്. ഇന്ന് രാവിലെ വനമേഖലയോട് ചേർന്നുള്ള പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ആന എത്തുകയായിരുന്നു. പക്ഷേ ആന ഇവിടെ എത്തിയെങ്കിലും ആനയ്ക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് നടന്നു പോകാനായി കഴിയുമായിരുന്നില്ല. അതിൻ്റെ ശാരീരിക അവശതകൾ തന്നെയായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ആനയെ നിരീക്ഷിച്ചു എങ്കിൽ പോലും ആനയെ കൃത്യമായി ഏതെങ്കിലും ഒരു എന്താണ് കാരണമെന്നുൾപ്പെടെ ഈ അവശതയ്ക്ക് കാരണമെന്നുൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനെ തുടർന്ന് കോടനാട് നിന്നും വെറ്റിനറി ഡോക്ടർമാരുടെ സംഘത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ മേഖലയിലാണ് ആന ഇന്ന് രാവിലെയും നിലയുറപ്പിച്ചിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയാൽ വനപ്രദേശമാണ്. ആ വനപ്രദേശത്തേക്ക് വെറ്റിനറി ഡോക്ടർമാർ എത്തുന്ന ഒരു സമയത്ത് തന്നെ ആന പോയിരുന്നു. അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് ആദ്യം മറ്റേതെങ്കിലും തരത്തിലുള്ള ചികിത്സ നടത്തുന്നതിന് മുന്നോടിയായി തന്നെ ആനയെ വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വനം വകുപ്പും വെറ്റിനറി ഡോക്ടർമാരും അടങ്ങുന്നവർ RRT സംഘവും അടങ്ങുന്നവർ ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ആനയെ കാട്ടിൽ നിന്ന് ചാലക്കുടി പുഴയുടെ ഓരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വളരെ ആരോഗ്യവാനായി നടന്നിരുന്ന ഒരു കൊമ്പൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രയും ഒരു ക്ഷീണിതനായ അവസ്ഥയിലേക്ക് നീങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ആനയ്ക്ക് കൃത്യമായ ചികിത്സയും നൽകേണ്ടതുണ്ട്. വനമന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചികിത്സ നൽകാൻ ആവശ്യമെങ്കിൽ ചികിത്സ നൽകാൻ ഏത് രീതിയും സ്വീകരിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആവശ്യമായ ചികിത്സ അതിനുശേഷമായിരിക്കും നൽകുക. ആന വനത്തിൽ കയറി പോയിട്ടുണ്ട്. അതിനെ ഇനി ഒബ്സർവേഷൻ നടത്തുക എന്നുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്നുള്ളത് നോക്കാൻ നമ്മൾ വനംവകുപ്പിൻ്റെ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആന ഇപ്പോൾ നോർമലി അതിൻ്റെ നോർമൽ ആക്ടിവിറ്റീസ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിലുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. 2018 ശേഷവും ഈ ആനയ്ക്ക് സമാനമായ രീതിയിൽ ആന അവശതകൾ അനുഭവിച്ചിരുന്നു. അന്നും ഈ വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന സംഘം എത്തി ആനയ്ക്ക് ആവശ്യമായ മരുന്നുകൾ നൽകിയാണ് തിരികെ ആരോഗ്യവാനായി കാട്ടിലേക്ക് തന്നെ വിടാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതേ രീതിക്ക് തന്നെ ഇപ്പോഴും കൃത്യമായ ചികിത്സ നൽകുമെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം അതിരപ്പള്ളിയിൽ നിന്നും MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.